ഒരു 8 മാസത്തിന് ശേഷമാണ് മമ്മൂക്കാനെ ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു കാണുന്നത്. ആ ഒരു സന്തോഷവും ഇമോഷനും എല്ലാം കൂടിയാണ് എൻ്റെ ഈ വീഡിയോയിൽ വരുന്നത്. കളങ്കാവൽ സിനിമ പോയി കണ്ടുവരികയാണ്. കിടിലൻ സാധനം. ഡയറക്ടർ ജിതിൻ കെ ജോസ്. ഇതിന് സ്ക്രീൻ പ്ലേയും തന്നെയാണ് അടിപൊളി. എഡിറ്റ് പ്രവീൺ പ്രഭാകർ. അത് സെക്കൻഡ് ഹാഫ് ഒക്കെ പ്രവീൺ പ്രഭാകറിന്റെ വർക്ക് അടിപൊളിയായിട്ട് കട്ടൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറ ഫൈസൽ അലി. നമ്മളെ മുജീബ് മജീദിന്റെ BGM സ്കോറും അടിപൊളിയായിരുന്നു. ആക്ച്വലി ആ തമിഴ് വൈബ് സോങ് വരുന്നതും പിന്നെ ആ ടൈറ്റിൽ കാണിക്കുമ്പോൾ റെഡ് ബാക്ക് അടിപൊളിയായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഈക്വലി സ്കോർ ചെയ്തിട്ടുണ്ട്. വി നായകൻ ഗംഭീര പ്രകടനം. ഇനി ഞാൻ മമ്മൂക്കയുടെ കാര്യം പറയാം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആ വില്ലനിസം എത്ര അടിപൊളി മമ്മൂട്ടി ചെയ്തത്. ഇപ്പൊ ഞാൻ ഏതൊരു നടനെയും ലോക നിലവാരത്തിൽ ചാലഞ്ച് ചെയ്യാം. ഇത്രയും വെറൈറ്റി റോൾസ് ഇപ്പൊ പ്രസന്റ്ലി ചെയ്യുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് കമന്റ്. മമ്മൂക്ക 2021 നമ്മൾ ഭീഷ്മപർവത്തിന് ശേഷം റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, ഉഴു, കുടുവൻ പോറ്റി എല്ലാം പല ലേയേഴ്സ് സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ മമ്മൂക്ക ലവർ എന്നെ ഫുള്ളി സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂ കുറെ ഡയറക്ടേഴ്സിന് അവസരം കൊടുത്ത ഒരാളാണ്. അൻവർ റഷീദ്, അമൽ നീരദ്, വൈശാഖ്, ലാൽ ജോസ്, ബ്ലസ്സി, കൗണ്ട്ലെസ് നമ്പേഴ്സ്. അതുപോലെ പുതിയൊരാളും കൂടി ജിതിൻ കെ ജോസ്. ഇനിയും മമ്മൂട്ടി കമ്പനിയിൽ നിന്നും ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. ഈ പടം നാളെ 100 കോടി അടിക്കോ ഇല്ലയോ എന്ന് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം പടം ക്വാളിറ്റി ഉണ്ട്. ഇതിന് കുറെ മസാല ഇടി പ്രതീക്ഷ പോവാനേ നിൽക്കരുത്. ആ ടൈപ്പ് സാധനേ അല്ല. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. മിസ്സാക്കരുത്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പടത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു പടത്തിന്റെ ക്വാളിറ്റി എല്ലാവരും അറിയണം.